നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി CBI. ചോദ്യപേപ്പർ ചോർച്ചയുടെ ബുദ്ധികേന്ദ്രമായ സഞ്ജീവ് മുഖിയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതി രക്ഷിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ തേടും. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതി ആദ്യ യോഗം ചേർന്നതിന് പിന്നാലെ 2 ആഴ്ചയ്ക്കുള്ളിൽ രക്ഷിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ തേടുമെന്ന് അറിയിച്ചു. പ്രവേശന പരീക്ഷകൾക്കായി ഏജൻസി പിന്തുടരുന്ന നടപടിക്രമങ്ങൾ, ഏജൻസിയുടെ സാങ്കേതിക വൈദഗ്ധ്യം, നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുമെന്നും സമിതി അധ്യക്ഷൻ K. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം ബീഹാറിലെ കുറ്റാന്വേഷണ വിഭാഗത്തിൽ നിന്നും ശേഖരിച്ച തെളിവുകളുടെ സഹായത്തോടെ CBI മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. അറസ്റ്റിലായവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് CBI കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്തർ സംസ്ഥാന പരീക്ഷാ തട്ടിപ്പ് റാക്കറ്റായ സോൾവർ ഗ്യാങ് തലവൻ, UP പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ചോദ്യം ചോർത്തിയതിന് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രവി അത്രിയുടെ കൂട്ടാളി, ചോദ്യപേപ്പർ ചോർച്ചയുടെ ബുദ്ധികേന്ദ്രമായ സഞ്ജീവ് മുഖിക്കായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. ബീഹാറിലെ NDA രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള സഞ്ജീവ് മുഖ്യ 20 വർഷത്തിലേറെയായി രാജ്യത്തെ ചോദ്യപേപ്പർ തട്ടിപ്പുകൾക്ക് പിന്നിലെ ശക്തമായ കണ്ണിയാണ്. തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാൾ നേപ്പാളിലേക്ക് കടന്നുവെന്നാണ് വിവരം. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.